ഒരു തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രചരണത്തിനിറങ്ങിയ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തൊട്ട് നമുക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നുമല്ലോ, നമ്മൾ മത്സരിക്കുന്നത് ജയിക്കാനാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മളെ ജയിപ്പിക്കുന്നൊരു തോന്നൽ. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഉറച്ചു പറയുന്നു, ഉറക്കെ പറയുന്നു, തൃക്കാക്കര നിയോജക മണ്ഡലം NDA പിടിച്ചെടുത്തിരിക്കും. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. A few moments later. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്റെ എല്ലാ മാനവും പോയി. നാണക്കേടായി നാട്ടിലും വീട്ടിലും. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ. 9,161 എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. അപ്പൊ സന്തോഷമായല്ലോ എല്ലാവർക്കും? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും